ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചും പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഫംഗ്ഷൻസും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊരു മീനിങ്ങിലേക്ക് നമുക്ക് പോകാം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് സെഗ്മെന്റ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. എന്താണ് സെക്കൻഡറി മാർക്കറ്റിന്റെ വളരെ വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു സെഗ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ആൻ ഓർഗനൈസ്ഡ് മാർക്കറ്റ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. എന്താണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റും ആണ്. അതുപോലെ തന്നെ അവിടെ എന്താണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്? സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണ്. അതായത് ഓൾറെഡി ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ്, അതായത് നേരത്തെ ഇത് എപ്പോഴോ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം വീണ്ടും അതിനെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് എന്നോ ട്രേഡ് എന്നോ അല്ലെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് എന്നോ നമുക്ക് പറയാം അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് ആണ് ഏതെന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡറി മാർക്കറ്റിന്റെ ഒരു സെഗ്മെന്റ് ആണ്. അതുപോലെ തന്നെ അതെന്താണ് ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് ആണ്. വെറുതെ തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ട്. ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് ആണ്. അവിടെ എന്താണ് ചെയ്യുന്നത്? സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന്റെ ട്രേഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്താണെന്ന് അറിയാലോ, സെക്കൻഡ് ഹാൻഡ് ആണ് അല്ലേ, അതായത് ഓൾറെഡി ആരോ അത് വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിറ്റിട്ടുണ്ട്, അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് അടുത്ത ഇൻവെസ്റ്റേഴ്സിലേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ദേ ഹാവ് ഫിസിക്കൽ ലൊക്കേഷൻ. എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ട്, വെയർ ബ്രോക്കേഴ്സ് ആൻഡ് ഡീലേഴ്സ് മീറ്റ് ടു എക്സിക്യൂട്ട് ദ ഓർഡേഴ്സ് ഓഫ് ദെയർ ക്ലയന്റ്. എന്താണ് നമ്മുടെ ക്ലയന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻവെസ്റ്റേഴ്സ് അവരാണ്. അവർക്ക് ഡയറക്റ്റ് പോയിട്ട് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ട്രേഡിംഗ് നടത്താൻ പറ്റില്ല. പകരം എന്ത് വേണം? അവരൊരു ഡീലേഴ്സിനെയോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് വഴിയാണ് എന്ത് നടത്തുന്നത്? ട്രേഡിംഗ് നടത്തുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ട്. അതിനകത്ത് വരുന്നത് ആരായിരിക്കും? ബ്രോക്കേഴ്സും ഡീലേഴ്സും ആയിരിക്കും, അല്ലാണ്ട് ഇൻഡിവിജ്വൽസ് ആയിരിക്കില്ല അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഡയറക്റ്റ് ആയിരിക്കില്ല. ബ്രോക്കേഴ്സും ഡീലേഴ്സും അവരുടെ കയ്യിലുള്ള ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എവിടെ വരുന്നത്? ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്നത്. ഈ ബ്രോക്കേഴ്സിനെയും ഡീലേഴ്സിനെയും ആര് വഴിയാണ് വരുന്നത്? ക്ലയൻസ് ആണല്ലേ. ക്ലയൻസ് അവരുടെ മീറ്റിംഗ് അല്ലെങ്കിൽ അവരുടെ സേവിങ്സ് എടുത്തുകൊണ്ട് ഈ ബ്രോക്കേഴ്സിന് കൊടുക്കുകയോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ബ്രോക്കേഴ്സിന് കൊടുക്കുകയോ ചെയ്തിട്ട് ബ്രോക്കേഴ്സ് വഴിയാണ് ഈ ക്ലയന്റ് എന്ത് ചെയ്യുന്നത്? ട്രേഡിംഗ് നടത്തുന്നത്. അല്ലാണ്ട് ക്ലയന്റിന് ഡയറക്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ട്രേഡിംഗ് നടത്താൻ പറ്റില്ല. അപ്പം നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. സെക്കൻഡറി മാർക്കറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് ആണ്. അവിടെ എന്താണ് നടക്കുന്നത്? സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന്റെ ട്രേഡിംഗ് ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ അതിനൊരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ട്. അവിടെ ആരാണ് ട്രേഡ് ചെയ്യുന്നത്? ക്ലയൻസിന് വേണ്ടിയിട്ട് ആരാണ്? ബ്രോക്കേഴ്സും ഡീലേഴ്സും ആണ് ക്ലയന്റിന്റെ ഓർഡേഴ്സ് എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത്രയാണ് നമുക്ക് മീനിങ് ആയിട്ട് നോക്കാനുള്ളത്. പിന്നീട് പറയുന്നു only members are allowed to trade the securities in the stock exchange. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അല്ലേ, മെമ്പേഴ്സിന് മാത്രമായിരിക്കും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ബ്രോക്കേഴ്സും അതുപോലെ തന്നെ ഡീലേഴ്സും അങ്ങനെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെമ്പേഴ്സിന് മാത്രമാണ് ഇവിടെ വരാൻ പറ്റുന്നത്. ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് അലൗ ചെയ്യുന്നത്, ആ ഒരു ഫിസിക്കൽ ലൊക്കേഷനകത്ത് ട്രേഡ് ചെയ്യാൻ അലൗ ചെയ്തിരിക്കുന്ന ആർക്കാണ്? മെമ്പേഴ്സിന് മാത്രമാണ്. ദ ഫ്ലോർ ഓഫ് ദി എക്സ്ചേഞ്ച് ഈസ് ഡിവൈഡഡ് ഇൻടു ഡിഫറെന്റ് സെഗ്മെന്റ്. എന്താണ് നമുക്കറിയാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പല ഫ്ലോറുകളാണുള്ളത്. ഓരോ ഫ്ലോറിലും പല സെഗ്മെന്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് ഒരു സെഗ്മെന്റ്, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ മറ്റൊരെണ്ണം, പിന്നീട് എന്താണ് സ്പെസിഫൈഡ് ആൻഡ് അൺസ്പെസിഫൈഡ് ഷെയർസ്. അങ്ങനെ ഓരോ സെക്യൂരിറ്റീസിനെയും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് സെഗ്മെന്റുകൾ എവിടെയുണ്ട്? നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ട്. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു? പല സെഗ്മെന്റിലായിട്ടാണ് പല സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നത്? ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ആർക്ക് മാത്രമാണ് ട്രേഡിംഗ് ഉള്ളത്? മെമ്പേഴ്സിന് മാത്രമാണ് ട്രേഡിംഗ് അലൗഡ് ആയിട്ടുള്ളത്. അപ്പൊ ക്ലയന്റിന് വേണ്ടിയിട്ട് മെമ്പേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെമ്പർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ട്രേഡിംഗ് ഫെസിലിറ്റീസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ചെറിയൊരു ഐഡിയ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ് എന്ന്, അതുപോലെ തന്നെ അതൊരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് ആണെന്ന് അറിയുക. സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണ് അവിടെ ട്രേഡ് ചെയ്യുന്നതെന്ന് അറിയുക.
അതുപോലെ തന്നെ മെമ്പേഴ്സിന് മാത്രമാണ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ അലൗ ചെയ്തിരിക്കുന്നതെന്ന് അറിയുക. പിന്നീട് എന്താണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പല ഫ്ലോറിലെയും പല സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ട്രേഡിംഗ് നടക്കുന്നത്. ഇനി നമുക്കൊരു ഡെഫിനിഷനിലേക്ക് പോവാം. സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 എന്താണ്, സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 ആണ് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആസ് എനി ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട് constituted for the purpose of assisting, regulating or controlling the business of buying, selling or dealing in securities. എന്താണ് പറഞ്ഞത്, സെക്യൂരിറ്റീസ് അല്ലേ, നമ്മുടെ സെക്യൂരിറ്റീസ് നമ്മൾ പഠിച്ചതല്ലേ, ഏതൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ്. അതുപോലെയുള്ള സെക്യൂരിറ്റീസ് വാങ്ങിക്കുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നതോ ആയിട്ടുള്ള ബിസിനസ്സുകളെ അസിസ്റ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എന്തൊക്കെയാ ചെയ്യുന്നത്, അസിസ്റ്റ് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എനി ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട്, ഇൻകോർപ്പറേറ്റ് ചെയ്യുകയോ അല്ലയോ വേണ്ട അല്ലെ, ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അപ്പൊ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദി പർപ്പസ് ഓഫ്, കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദി പർപ്പസ് ഓഫ്, എന്താണ് പർപ്പസ്, അസിസ്റ്റിംഗ്, റെഗുലേറ്റിംഗ് ഓർ കൺട്രോളിംഗ് ദ ബിസിനസ് ഓഫ് ബൈയിങ്, സെല്ലിംഗ് ഓർ ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും അതുപോലെ തന്നെ ഡീൽ ചെയ്യുകയും ചെയ്യുന്ന ബിസിനസ്സുകളെ അസിസ്റ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് എന്താ, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്തതോ ചെയ്യാത്തതോ ആയിട്ടുള്ള എനിബഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് ഏത് എന്ന് പറയുന്നത്, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് ആരുടെ ഡെഫിനിഷൻ ആണ്, സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 ഡെഫിനിഷനിലാണ് ഈ ഒരു ഐഡിയ പറയുന്നത്. അപ്പൊ ഇവരുടെ ജോലി എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്, ഏത് ബിസിനസ്സിനെയാണ്, സെക്യൂരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും അല്ലെങ്കിൽ ഡീൽ ചെയ്യുകയും ചെയ്യുന്നതുമായിട്ടുള്ള ബിസിനസ്സുകളെ അസിസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഈ പർപ്പസിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള എന്താണ്, ഇൻകോർപ്പറേറ്റ് ചെയ്തതോ ചെയ്യാത്തതോ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഏത് എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. ഡെഫിനിഷനിൽ അതിന്റെ പർപ്പസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അസിസ്റ്റിംഗ്, റെഗുലേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ് ഏതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിലബസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഫങ്ഷൻസ് എന്നോ അല്ലെങ്കിൽ സർവീസ് എന്നോ റോൾ എന്നോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് അറിയേണ്ടത്. എന്തൊക്കെയാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എ വെൽ ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആർ ഇൻഡിസ്പെൻസിബിൾ ഫോർ ദി പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ദി കോർപ്പറേറ്റ് എന്റർപ്രൈസ്. എന്താ പറഞ്ഞത്, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് എന്റർപ്രൈസ് കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകണം അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്തുണ്ടാവണം, ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ മേജർ ഫംഗ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആർ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മേജർ ആയിട്ട് വരുന്ന കുറച്ച് ഫംഗ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ്. എന്താണ്, നമ്മൾ സെക്യൂരിറ്റീസ് പഠിച്ചല്ലോ, ഏതൊക്കെ സെക്യൂരിറ്റീസ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഓരോ സെക്യൂരിറ്റീസും എന്താണ്, നമ്മുടെ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആൻഡ് റെഡി ആയിട്ട്, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ് നടത്തുന്നത്, സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന്റെ ട്രേഡിംഗ് ആണ് നടത്തുന്നത്. അപ്പോൾ ഓരോ സെക്യൂരിറ്റീസിനും മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക, അതായത് വിൽക്കാനും വാങ്ങാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്, പ്രൊവൈഡ് റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് കണ്ടിന്യൂസ്, റെഡി, ഓപ്പൺ ആൻഡ് ബ്രോഡ് ബേസ്ഡ് മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ്. എന്താണ്, നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള സെക്യൂരിറ്റീസിന് കണ്ടിന്യൂസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ റെഡി, ഓപ്പൺ ആൻഡ് ബ്രോഡ് ബേസ്ഡ് മാർക്കറ്റ് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷൻ ആണ്. ദിസ് എൻഷുർ ലിക്വിഡിറ്റി, മാർക്കറ്റബിലിറ്റി ആൻഡ് പ്രൈസ് യൂണിഫോമിറ്റി ഓഫ് സെക്യൂരിറ്റീസ്. അതുവഴി എന്താണ്, ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുന്നു. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എബിലിറ്റി ടു കൺവേർട്ട് ഇൻടു ക്യാഷ് ആണ്. എന്താണ്, നമ്മുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് വാങ്ങിക്കാനോ വിൽക്കാനോ നമുക്കൊരു അവസരമില്ല എങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കും അല്ലേ. പക്ഷെ അതിനൊരു നല്ലൊരു സ്റ്റഡി ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ട് എങ്കിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് എന്ത് ചെയ്യാം, ആ സെക്യൂരിറ്റി അവിടെ കൊണ്ടുപോയി വിറ്റിട്ട് നമുക്ക് പൈസ ആക്കാം അല്ലേ. അപ്പൊ അങ്ങനെ എന്താണ്, സെക്യൂരിറ്റീസിനെ മാത്രമല്ല ഏത് സാധനത്തെ ആയാലും ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ സെക്യൂരിറ്റീസ്
ഇത്രയും ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ, ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുന്നത്. കാരണം ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെക്യൂരിറ്റീസും നമുക്ക് വിൽക്കാം, അല്ലെങ്കിൽ ബൈ ചെയ്യാനോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഡീൽ ചെയ്യാനോ ഒക്കെ നമുക്ക് ഏത് വഴി പറ്റും, ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയും പറ്റാറുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി മാത്രമല്ല, മാർക്കറ്റബിലിറ്റി, അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൂടെ, നമ്മുടെ കയ്യിലുള്ള ഒരു സെക്യൂരിറ്റി വേറൊരാൾക്ക് കൊടുക്കാം, അയാളുടെ കയ്യിലുള്ളത് നമുക്ക് വാങ്ങിക്കാം, അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ എന്ത് ചെയ്യാം, സെക്യൂരിറ്റീസിന് മാർക്കറ്റബിലിറ്റി ഉറപ്പാക്കാം. അതുപോലെ തന്നെ പ്രൈസ് യൂണിഫോമിറ്റി ഓഫ് സെക്യൂരിറ്റീസ്, എന്താണ് നമ്മുടെ സെക്യൂരിറ്റീസിന്റെ പ്രൈസ് യൂണിഫോമിറ്റി, അല്ലെ, നമ്മുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സിനനുസരിച്ചിട്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് വരുന്നത്, സെക്യൂരിറ്റീസിന് പ്രൈസ് വരുന്നത്. ആ പ്രൈസ് യൂണിഫോമിറ്റിയും എൻഷുർ ചെയ്യുക എന്നുള്ളത് ആരുടെ കടമയാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷൻ ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്, പ്രൊവൈഡ് റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ്. നമ്മുടെ കയ്യിലുള്ള എല്ലാ സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസും എന്തുണ്ട്, മാർക്കറ്റബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡി ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആര് ഒരുക്കി തരികയാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരുക്കി തരികയാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് എന്തൊക്കെ എൻഷുർ ചെയ്യാം, ലിക്വിഡിറ്റി, മാർക്കറ്റബിലിറ്റി, അതുപോലെ തന്നെ പ്രൈസ് യൂണിഫോമിറ്റി ഓഫ് സെക്യൂരിറ്റീസ്. ഇത്രയാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, എൻഷുർ സേഫ്റ്റി ഓഫ് ഫണ്ട്. നമ്മുടെ ഫണ്ടിനൊരു സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളതും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻഷുർ സേഫ്റ്റി ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് as they are operated under strict rules and regulations. എന്താണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് എന്തുണ്ട്, നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫണ്ടിനൊരു സേഫ്റ്റി ഉറപ്പാക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള ഫണ്ടിന് ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതും നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മറ്റൊരു ധർമ്മമാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻഷുർ സേഫ്റ്റി ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് as they are operated under strict rules and regulations. By clear cut rules, the members are prevented from exploiting investors. എന്താണ്, ഇതുപോലെയുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള റൂൾസ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തുള്ള മെമ്പേഴ്സിനാണ് അവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ആർക്ക് പകരം, അവരുടെ ഇൻവെസ്റ്റേഴ്സിന് പകരം അല്ലെങ്കിൽ ക്ലയന്റിന് പകരം. അപ്പൊ ഈ ക്ലയന്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എവിടെയുണ്ട്, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കൊരു ഫണ്ട്, നമ്മുടെ ഇൻവെസ്റ്ററിന്റെ ഫണ്ടിനൊരു സേഫ്റ്റി ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ദിസ് വുഡ് സ്ട്രെങ്തൻ ദ ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ആൻഡ് പ്രൊമോട്ട് ലാർജർ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇങ്ങനൊരു സുരക്ഷിതത്വം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റർക്ക് എന്ത് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് കൂടാനും അതുപോലെ തന്നെ അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ വേണ്ടിയിട്ടും തയ്യാറാവും. കാരണം അവർ പോകുന്നത് ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റിലേക്കാണ്. അവിടെ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെയുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് കൂടുകയും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാർജ് ആക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുകയും ചെയ്യാണ് ചെയ്യുന്നത്. ദിസ് ഇറ്റ് എൻഹാൻസ് സേഫ്റ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഫെയർ ഡീലിംഗ്സ്. എന്താണ്, ഇതുവഴി ആ ഒരു സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായത് കൊണ്ട് നമ്മുടെ ക്യാപിറ്റലിനൊരു സേഫ്റ്റി ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഡീലിംഗ്സ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ഡീലിംഗ്സ് ആയിരിക്കും അവിടെ നടക്കുന്നത്. അപ്പൊ രണ്ട് പോയിന്റ് നമ്മൾ പറഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂസ് ആൻഡ് സ്റ്റഡി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെക്യൂരിറ്റീസിന്. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ടിനൊരു സേഫ്റ്റി എൻഷുർ ചെയ്യുന്നുണ്ട് എന്നാണ്. നെക്സ്റ്റ് പറയുന്നു സപ്ലൈസ് ലോങ് ടേം ഫണ്ട്. എന്താണ്, ലോങ് ടേം നേച്ചറിലുള്ള ഫണ്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു, അല്ലെങ്കിൽ ആരുടെ ഫംഗ്ഷൻ ആണ്, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷൻ ആണ്. ദ സെക്യൂരിറ്റീസ് ട്രേഡഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആർ നെഗോഷ്യബിൾ ആൻഡ് ട്രാൻസ്ഫറബിൾ വിത്ത് മിനിമം ഫോർമാലിറ്റീസ്. അതായത് നമ്മുടെ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിന് എന്തുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ അത് നെഗോഷ്യബിൾ ആണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല. മിനിമം ഫോർമാലിറ്റിയിലൂടെ തന്നെ എന്താണ്, നെഗോഷ്യബിൾ ആൻഡ് ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് ആര് ഡീൽ ചെയ്യുന്നത്, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്നത്. ദ കമ്പനി ഈസ് അഷ്യൂർഡ് ഫോർ ലോങ് ടേം അവൈലബിലിറ്റി ഓഫ് ഫണ്ട് ഡ്യൂ ടു ദിസ് ട്രാൻസ്ഫറബിലിറ്റി. എന്താണ്, ഒരു കമ്പനി ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാണ്, ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ
നമ്മുടെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 10 years ആണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയുടെ മെച്യൂരിറ്റി പീരീഡ് 10 years ആണ്. ആ 10 years മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഒരു സെക്യൂരിറ്റി കമ്പനി എന്ത് ചെയ്തു? പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തു. ഓക്കെ, എന്നിട്ട് കമ്പനിക്ക് ആ ഒരു 10 yearsലേക്ക് എന്ത് കിട്ടി? കുറച്ച് ക്യാപിറ്റൽ കിട്ടി. ആ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ആ 10 വർഷവും എന്ത് ചെയ്യാം? കമ്പനിക്ക് ആ ഒരു ക്യാപിറ്റൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായതുകൊണ്ട് എന്താണ് പ്രയോജനം? ആ ആദ്യമായിട്ട് വാങ്ങിച്ച ആൾ ഈ 10 വർഷവും ആ ഒരു സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊരു സ്റ്റഡി മാർക്കറ്റ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്, അതായത് ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് അത് വിറ്റ് കാശാക്കണം തോന്നുകയാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി അത് വേറൊരാൾക്ക് വിൽക്കാം. ഇനി വാങ്ങിച്ചാൽ പിന്നീട് വേറൊരാൾക്ക് വിൽക്കാം. അങ്ങനെ എന്താണ് ഇത് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ കമ്പനിക്ക് എന്താണ്? ആ 10 yearsഉം ആ ഒരു ക്യാപിറ്റൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയുള്ള ഇൻവെസ്റ്റേഴ്സ് തമ്മിലാണ് എന്ത് നടക്കുന്നത്? ആ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത്. അത് കമ്പനിയെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എന്താണ്? ലോങ് ടേം ഫണ്ടാണ് കിട്ടുന്നത്. അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ടോ? ഇല്ല. അവിടെ ഇൻവെസ്റ്റേഴ്സ് തമ്മിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. അത് കമ്പനിയെ ബാധിക്കുന്നില്ല. അതാണ് പറഞ്ഞത് ദ കമ്പനി ഈസ് അഷ്യൂർഡ് ഫോർ ലോങ് ടേം അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. കമ്പനിക്ക് എന്താണ്? ലോങ് ടേം അവൈലബിലിറ്റി ഓഫ് ഫണ്ട് അഷ്യൂർ ചെയ്യാണ് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്ഫറബിലിറ്റി ഉണ്ടായതുകൊണ്ട്. ഇൻ കേസ് ഇങ്ങനെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഈ വാങ്ങിക്കുന്ന ആള് ഇത് വെച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ കമ്പനിയിൽ ഇത് കൊണ്ട് കൊടുത്ത് പൈസ ആക്കേണ്ടി വരും അല്ലേ? അങ്ങനെയാവുമ്പോൾ എന്താണ്? കമ്പനിക്ക് ഒരു ലോങ് ടേം ഫണ്ട് അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പകരം ഇവിടെ എന്താ ചെയ്യുന്നത്? വാങ്ങിച്ച ആള് അയാൾക്ക് പൈസയ്ക്ക് ആവശ്യം വരികയാണ്, അല്ലെങ്കിൽ വിൽക്കണം തോന്നുകയാണെങ്കിൽ വേറൊരാൾക്കാണ് വിൽക്കുന്നത് അല്ലെ? വേറൊരു ഇൻവെസ്റ്റേഴ്സിനാണ് വിൽക്കുന്നത്. അവരങ്ങനെ കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ആരുണ്ടായത് കൊണ്ടാണ്? നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ മൂന്നാമത്തെ നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? സപ്ലൈ ലോങ് ടേം ഫണ്ട്. നെക്സ്റ്റ് വൺ, ചാനലൈസ് സേവിങ്സ്. എന്താണ്? പല ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലായിട്ട് സ്കാറ്റർ ചെയ്തിരിക്കുന്ന സേവിങ്സിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ചാനലൈസ് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ സഹായിക്കുന്നുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് മൊബിലൈസ് savings into most productive and profitable channel. The investors can invest their savings in the securities of companies with a high return. എന്താണ്? പല സ്ഥലത്തായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അവരുടെ കയ്യിലുള്ള ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അതിനെ പൂൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ മൊബിലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആൻഡ് പ്രോഫിറ്റബിൾ ചാനലിലേക്ക് എന്ത് ചെയ്യാം? അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ട്രേഡ് ചെയ്യാണ് അല്ലേ? ദ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഇൻവെസ്റ്റ് ദെയർ സേവിങ്സ് ഇൻ ദി സെക്യൂരിറ്റീസ് ഓഫ് കമ്പനീസ്. ഈ ഒരു ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ പല ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം? അവരുടെ കയ്യിലുള്ള സേവിങ്സ് പല കമ്പനിയുടെ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുവഴി അവർക്ക് എന്ത് കിട്ടും? ഹൈ റിട്ടേൺ ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സേവിങ്സിനെ ചാനലൈസ് ചെയ്ത് ഇതുപോലെയുള്ള പ്രോഫിറ്റബിളും അതുപോലെ പ്രൊഡക്റ്റീവുമായിട്ടുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് ഹൈ റിട്ടേൺ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു എന്നുള്ളത്. കമ്പനീസ് ക്യാൻ ഓൾസോ റേസ് അഡീഷണൽ ഫണ്ട് ബൈ ന്യൂ ഇഷ്യൂ വെരി ഈസിലി. എന്താണ്? ഇതുപോലെ നല്ല സക്സസ് ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അവർക്ക് വീണ്ടും ഫണ്ടിന് ആവശ്യം വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഫണ്ട് ഇങ്ങനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻഎഫിഷ്യന്റ് കമ്പനീസ് കനോട്ട് സെക്യൂർ ഫർദർ ഫണ്ട് ബൈ ഫ്രഷ് ഇഷ്യൂ. എന്താണ്? ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് വീണ്ടും ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ട് ഇതുപോലെ കമ്പനീസിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്? അവർ ഇൻഎഫിഷ്യന്റ് ആണ് എങ്കിൽ അവരുടെ ഇൻവെസ്റ്റേഴ്സിന് അറിയാം ഈ ഒരു കമ്പനിയിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിമോശമാണ് എന്നല്ലേ? കാരണം അവർക്ക് റിട്ടേൺ കിട്ടുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് അവർ ഇൻഎഫിഷ്യന്റ് ആണ് എങ്കിൽ വീണ്ടും ഒരു ഇഷ്യൂ നടത്തുന്ന സമയത്ത് പബ്ലിക് എന്ത് ചെയ്യില്ല? അവരുടെ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് സബ്സ്ക്രൈബ് ചെയ്യില്ല. അപ്പോൾ ചാനലൈസ് സേവിങ്സ് എന്നുള്ളത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നാലാമത്തെ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ, എൻകറേജ് ക്യാപിറ്റൽ ഫോർമേഷൻ. എന്താണ്? ക്യാപിറ്റൽ ഫോർമേഷനെ എൻകറേജ് ചെയ്യുക എന്നുള്ളത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ്. എന്താണെന്ന് നോക്കാം. ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ ഇൻ ദി ക്യാപിറ്റൽ ഫോർമേഷൻ ഓഫ് എ കൺട്രി. എന്താണ്? ഒരു രാജ്യത്തിന്റെ ക്യാപിറ്റൽ ഫോർമേഷനെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുമ്പോൾ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു സെക്ടർ ആണ് ഏത് എന്ന് പറയുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ക്രിയേറ്റ് ദ ഹാബിറ്റ് ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എമംഗ് ദി പബ്ലിക്. അതായത് നമ്മുടെ പബ്ലിക്കിന്റെ കയ്യിൽ സേവ് ചെയ്യാനും അതുപോലെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഹൈ റിട്ടേൺ നേടിയെടുക്കാനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആരാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായത് കൊണ്ടാണ് നടക്കുന്നത് അല്ലേ? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓർഗനൈസ്ഡ് മാർക്കറ്റ് ആണ്. അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പിന്നെന്താണ്? അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ ഫണ്ടിന് സേഫ്റ്റി ഉണ്ട്. ഇങ്ങനെയൊക്കെ കാരണം എന്ത് ചെയ്യും? ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും അവർക്ക് കയ്യിൽ കുറച്ചെങ്കിലും ഒന്ന് സേവ് ചെയ്യാം. ആ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്
ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അല്ലേ? അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കിട്ടുന്നതിൽ കുറച്ച് എക്സ്പെൻസ് ആവുന്നു, ബാക്കി നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ സേവ് ചെയ്തത് വെറുതെ ഇരുന്നാലും ക്യാപിറ്റൽ ഫോർമേഷൻ ആകില്ല. എന്ത് ചെയ്യണം? പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ക്യാപിറ്റൽ ഫോർമേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ്. ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ആർ സ്റ്റിമുലേറ്റഡ് ബൈ എൻഷറിംഗ് പോസിറ്റീവ് റിട്ടേൺ. എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് എപ്പോഴായിരിക്കും? ഒരു പോസിറ്റീവ് റിട്ടേൺ കിട്ടുമ്പോഴാണ് അല്ലേ? ഞാനിപ്പം എന്റെ കയ്യിലുള്ള ഒരു 1000 രൂപ ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു റിട്ടേൺ എനിക്ക് കിട്ടണം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 1000 തന്നെയാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നതെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതല്ലേ ബെറ്റർ? അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ കുറച്ചെങ്കിലും നമുക്ക് എന്ത് കിട്ടണം? അതിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമുക്ക് നൽകണം അല്ലേ? അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് എന്ത് ക്യാപിറ്റൽ ഫോർമേഷനെ എൻകറേജ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ക്യാപിറ്റൽ ഫോർമേഷനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ദിസ് ഓൾസോ ഹെൽപ്പ് ഇൻ ദി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ. ഇങ്ങനെ ക്യാപിറ്റൽ ഫോർമേഷൻ നടത്തുകയാണെങ്കിൽ അത് എന്തിലേക്കാണ് നയിക്കുന്നത്? ഓരോ ഇൻഡസ്ട്രിയും എന്താക്കുന്നുണ്ട്? ഡെവലപ്പ് ആക്കുന്നുണ്ട്. അതുവഴി നമ്മുടെ നേഷനെ തന്നെ ഡെവലപ്മെന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് കിട്ടുന്നത് അത്രയും ചെലവാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ സേവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സേവ് ചെയ്തത് വെറുതെ ഒരിടത്ത് ഇരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ വരുന്നില്ല. അതൊരു ഇൻഡസ്ട്രിക്കും അതിനെ കൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല, നമ്മുടെ രാജ്യത്തിന് പോലും ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല. പകരം സേവ് ചെയ്ത് വെക്കുന്നു, സേവ് ചെയ്തത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അതുവഴി ഇൻഡസ്ട്രീസിന് അവർക്ക് ക്യാപിറ്റൽ കിട്ടുന്നു അല്ലേ? ആ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു, അവർ ഡെവലപ്പ് ആവുന്നു. അതുവഴി എങ്ങനെയാണ് നമ്മുടെ നേഷൻ തന്നെ എന്ത് ചെയ്യാണ്? ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ക്യാപിറ്റൽ ഫോർമേഷനിലൂടെ നമ്മൾ പഠിച്ചത്. എൻകറേജ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മുടെ ഫംഗ്ഷൻ. നെക്സ്റ്റ് നോക്കാം, ഫെസിലിറ്റേറ്റ് ഇവാലുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഓരോ സെക്യൂരിറ്റിയെയും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. അപ്പോൾ ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് ഓരോ സെക്യൂരിറ്റീസിന്റെ നിലവാരം അല്ലെങ്കിൽ ഓരോ കമ്പനീസിന്റെയും പെർഫോമൻസ് നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സഹായിക്കുന്നുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്റഗ്രേറ്റ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് സെക്യൂരിറ്റീസ്. നോക്കുക, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് സെക്യൂരിറ്റീസ് വെച്ചിട്ടാണ് എന്ത് നിർണ്ണയിക്കുന്നത്? പ്രൈസ് നിർണ്ണയിക്കുന്നത്. ഓരോ സെക്യൂരിറ്റീസിന്റെയും പ്രൈസ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് സെക്യൂരിറ്റീസ് വെച്ചാണ്. ഇസ് ആൻ എഫക്റ്റീവ് മാനർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് യൂസ്ഫുൾ ഫോർ ദി ഇവാലുവേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി. ഓരോ ഇൻഡസ്ട്രീസിന്റെയും സെക്യൂരിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് അതിന്റെ മൂവ്മെന്റ് ഇപ്പോൾ കൂടുതലാണോ, പ്രൈസ് കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, അതിനിപ്പോൾ ഡിമാൻഡ് ഉണ്ടോ, സപ്ലൈ എത്രമാത്രം ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു കമ്പനി ലാഭത്തിലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പറ്റുന്നുണ്ട്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നൽകുന്നുണ്ട്. ദ ഇവാലുവേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ബൈ വിച്ച് ദ ട്രൂ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദി മാർക്കറ്റ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തവണ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ നിർത്തി പോവുകയാണോ ചെയ്യുന്നത്? അല്ല, അവിടെ എന്താ നടക്കുന്നത്? കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് നടക്കുന്നത്. ബൈ വിച്ച് ദ ട്രൂ പ്രൈസ് ഓഫ് ദി സെക്യൂരിറ്റീസ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദി മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റിൽ ഒരു സെക്യൂരിറ്റിയുടെ കറക്റ്റ് പ്രൈസ് റിഫ്ലക്ട് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് എന്ത് നടക്കുന്നത്? ഇവാലുവേഷൻ നടക്കുന്നത്. ദിസ് എനേബിൾ ദ ഇൻവെസ്റ്റേഴ്സ് ടു നോ ദി ട്രൂ വർത്ത് ഓഫ് ദെയർ ഹോൾഡിംഗ് അറ്റ് എനി ടൈം. അതുവഴി ഇങ്ങനെ പ്രൈസിന്റെ വില ഓരോ സമയവും ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് നിശ്ചയിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാവും അവരുടെ കയ്യിലുള്ള ഹോൾഡിങ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന് ഇപ്പൊ എന്താണ് മാർക്കറ്റ് വാല്യൂ, കറക്റ്റ് ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള മാർക്കറ്റ് വാല്യൂ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ പോലും എന്ത് സഹായിക്കുന്നുണ്ട്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഈ ഒരു ഇവാലുവേഷൻ പ്രൊസീജിയർ വഴി സഹായിക്കുന്നുണ്ട്. താങ്ക് യു ഓൾ.